അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചായിരുന്നു മുഖക്കുരു പോകാനായിട്ട് എന്നതാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ കണ്ടമാനമൊക്കെ വേർക്കാനും ഒക്കെ തുടങ്ങും. അന്നേരമാണ് ഈ മുഖക്കുരു ഒക്കെ നമുക്ക് മുഖത്ത് വരും. മുഖക്കുരു, താരൻ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരുന്ന അന്നേരമാണ്. അപ്പം മുഖക്കുരു പോകാനായിട്ട് ഞാൻ എൻ്റെ മുഖത്ത് ഓയിലി സ്കിന്നാണ് കേട്ടോ. ശ്രദ്ധിച്ചില്ലേ പെട്ടെന്ന് മുഖക്കുരു വരുന്നൊരു സ്കിന്നാണ് എൻ്റേത്. പക്ഷേ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് മുഖത്ത് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നത്. അപ്പം മോക്കുരു വരുന്നതിന് എൻ്റെ മുഖത്ത് മോക്കുരു വരുന്നതിന് ഭയങ്കര വേദനയുമാണ് കേട്ടോ എനിക്ക്. അപ്പം മോക്കുരു വരുന്നത് പോകാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ അന്ന് ഞാൻ ലൈവിലൂടെ തന്നെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മോക്കുരു പോകാനാണ്. അന്ന് ഞാനൊരു ടിപ്സ് പറഞ്ഞായിരുന്നു മോക്കുരു പോകാനായിട്ട്. നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ, അതും പിന്നെ ആര്യവേപ്പിൻ്റെ ഇലയും കൂടെ നല്ലപോലെ നരച്ചെടുക്കുക. കറ്റാർവാഴയുടെ ജെല്ലെടുക്കണം. ജെല്ലെടുത്ത് വെച്ച് നല്ല വെച്ചാൽ അതിൻ്റെ തൊലി ചിലപ്പോൾ നമ്മുടെ മുഖത്ത് ചൊറിച്ചിൽ വരും. എനിക്ക് അലർജിയാണ് കേട്ടോ. അത് പിന്നെ അതുപോലെ തന്നെ കറ്റാർവാഴയുടെ തണ്ട് മുറിച്ച് അതിൻ്റെ മഞ്ഞ കളർ കുറേ പോയതിന് ശേഷം അത് പൂർണ്ണമായിട്ട് പോയതിന് ശേഷമേ എടുക്കാവുള്ളൂ. ഇനി നിങ്ങൾക്ക് അങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ കറ്റാർവാഴയുടെ സൈഡ് രണ്ടും ചെത്തി അതിൻ്റെ ജെല്ല് എന്നെ എടുക്കണമെന്ന് വെച്ചാൽ വെള്ളത്തിലോട്ടിടണം. വെള്ളത്തിലോട്ടിട്ട് വെച്ച് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം അതും ആര്യവേപ്പിൻ്റെ ഒരു 2 തണ്ട് മതി. ആര്യവേപ്പിൻ്റെ ഇല 2 തണ്ട് ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് ഇതെല്ലാം എടുക്കുമ്പം വല്ല തുണി കൊണ്ടൊക്കെ എടുക്കണം കേട്ടോ. അരിപ്പയിലൊന്നും അരിക്കാൻ നിന്നേക്കല്ല്. കാര്യം കയ്പ്പാണ് ആര്യവേപ്പിൻ്റെ ഇല. മിക്സിയുടെ ജാറും നല്ല വൃത്തിക്ക് കഴുകിക്കണം. ഇല്ലെങ്കിൽ വല്ല കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കുമ്പോൾ കയ്പ്പ് വരും. എന്നിട്ട് അതൊരു ഐസ് ക്യൂബ് ആക്കുക. ഐസ് ക്യൂബ് ആക്കി വെച്ച് ദിവസം അത് മുഖത്തിട്ട് മുഖം നല്ലപോലെ കഴുകിയതിന് ശേഷം മുഖത്തിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ കവളയിലൊക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത്, നെറ്റി കവള. അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു ടിപ്സാണ്. പിന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതല്ല, അത് ഇന്ന് വേറെ വ്യത്യസ്തമായിട്ടൊരെണ്ണമാണ്. നമ്മുടെ മുഖക്കൊരു പോലെ പായ്ക്ക് പോലൊക്കെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യുവേ. അപ്പം ഞാൻ ഇന്നാളും പറഞ്ഞത് പാല് കൊണ്ട് നമ്മൾ മുഖം ക്ലീൻ ചെയ്യാമെങ്കിൽ മുഖത്തെ അഴുക്ക് നല്ലപോലെ പോയി കിട്ടും. ഇപ്പോൾ പാല് കൊണ്ടാണ് ഞാൻ മുഖം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ഇത് പാലിങ്ങനെ എടുത്ത് വെച്ച് ഒരു തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ എന്നെ ആയാലും കുഴപ്പമില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് നനച്ചെടുത്തതിന് ശേഷം മുഖം നല്ലപോലെ തുടച്ചങ്ങ് മാറ്റുക. നമ്മൾ മുഖം കഴുകുന്നതിനേക്കാൾ നല്ലതായിട്ട് നമ്മുടെ മുഖത്തെ അഴുക്ക് പോകും പാല് കൊണ്ട് തുടച്ചാൽ. നല്ലപോലെ നമ്മുടെ മുഖം ക്ലീൻ ആകും. മുഖത്ത് ചെറിയൊരു അഴുക്കുണ്ടെങ്കിൽ പോലും നമ്മൾ എത്ര കഴുകിയെന്ന് പറഞ്ഞാലും പൊടിയൊക്കെ അടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരിത് വരും. അപ്പം നമുക്ക് അതുവരെ പോകാനായിട്ട് നല്ലതാണ് പാല് കൊണ്ട് നമ്മളിങ്ങനെ മുഖം ഫുള്ള് തുടച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് തുടച്ച് ഒരു പാത്രം എടുത്ത് വെച്ചാൽ അതിനകത്തോട്ട് പാല് മുക്കി ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഈ തുണിയിലോട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നതേ ഉള്ളൂ. പാത്രത്തിലോട്ട് നമുക്ക് ആവശ്യമുള്ള പാലെടുത്തതിന് ശേഷം അതിനകത്ത് മുക്കി ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആ തുടച്ച ഭാഗം അകത്താക്കി വെച്ച് അതിൻ്റെ പുറത്തെ ഭാഗത്തേക്കാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം മുഖം. കൂടുതലും നമ്മൾ ഈ ഉണക്ക സമയത്ത് മുഖം നല്ലപോലെ വാഷ് ചെയ്യുക. ഫേസ് വാഷോ, അത് പപ്പായയുടെ ഫേസ് വാഷൊക്കെ കിട്ടും, പിന്നെ നീമിൻ്റെ കിട്ടും. അതൊക്കെ നല്ലതാണ് നമ്മുടെ മുഖക്കുരു വരാതിരിക്കാനായിട്ട്. സോപ്പിട്ട് കഴുകുന്നതിനേക്കാൾ നല്ലത് അങ്ങനത്തെ എന്തെങ്കിലും ഫേസ് വാഷ് ഇട്ട് കഴുകുന്നതായിരിക്കും നല്ലത് കേട്ടോ. മുഖക്കുരു നമുക്കൊരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാറുന്ന സാധനമാണ്. നമ്മുടെ മുഖത്ത് ഒരുപാട് അഴുക്ക് കൂടുമ്പോഴാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഉണ്ട്, കൊഴുപ്പ് കൂടിയ സാധനങ്ങൾ ഒരുപാട് കഴിച്ചാലും നമ്മുടെ മുഖത്ത് മുഖക്കുരു വരും. പിന്നെ തലയിൽ ഓവറായിട്ട് എണ്ണ വെക്കുന്നവർക്ക് മുഖത്ത് നിറച്ച് മുഖക്കുരു വരും. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുപ്പിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്തൊരു ടവൽ കൊണ്ടുപോയി മുക്കി വെച്ച് മുഖത്ത് ശരിക്കും ഒന്ന് ആവി പിടിക്കും. ഞാൻ ഒന്ന് മുക്കിക്കൊണ്ട് വരട്ടെ. ചെറു ചൂടോടുകൂടി എടുക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ചൂടുവെള്ളത്തിൽ മുക്കി ഇപ്പോൾ ഇറക്കി കൊണ്ടുവന്നാണേ. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയുള്ള സൈസ് തുണി എടുക്കാമെങ്കിൽ ചൂട് കുറച്ച് നേരം നിൽക്കും. അപ്പം നമ്മളിത് എടുത്തേച്ചതിന് വെച്ചാൽ നമ്മുടെ കൈയുടെ തണ്ട് ഇവിടെ വെച്ച് നോക്കണം. വലിയ ചൂട് ഇവിടെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അവിടെ തൊടുമ്പോൾ നമുക്കറിയാം മുഖത്ത് വെച്ച ചൂട് കൂടുമല്ലോ എന്നറിയാം. അങ്ങനെ കൈയുടെ വെള്ളം വെച്ച് നോക്കിച്ച് വെക്കരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളൊന്ന് ആവി പിടിച്ചു കൊടുക്കുക. ചെറിയ ചൂട് മതി. അതെന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഈ ഹെയറൊക്കെ ഉള്ള ചെറിയ ഹോൾസൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയാണ്. സ്കിന്നൊന്ന് ഇതാകാൻ വേണ്ടിയാണ്, ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയാണ്. അപ്പം അതിലുള്ള അഴുക്കും എല്ലാം ഇങ്ങനെ വെളിയിലോട്ട് പോരും.
ഹെയർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒത്തിരി നേരം വിചാരിക്കില്ല, പൊടി പൊടി പോലത്തെ ഹെയറൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുഖത്തൊക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. പാല് നമ്മൾ മുഖത്ത് തേക്കുന്നത് പച്ചപ്പാൽ എടുക്കാതിരിക്കുക, കാര്യം അതിനകത്ത് നെയ്യ് നല്ല ഇതായിട്ട് കാണും. തിളപ്പിച്ച പാലിനകത്ത് പാട മാറ്റിയതിന് ശേഷം വേണം ആ പാൽ, അതിൽ നിന്ന് ഇച്ചിരി പാലെടുത്ത് വേണം പാട മാറ്റിയിട്ട് അതിനകത്ത് പാലെടുത്ത് മുഖം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടെ. ഞാൻ ഇതൊരു നമ്മൾ 1 മിനിറ്റോളം നമ്മളിങ്ങനെ ഒന്ന് ആവി പിടിക്കണം മുഖത്ത്. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറഞ്ഞ് ഞാൻ പോയി ഒന്നും കൂടെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് 1 മിനിറ്റോളം ഒന്ന് പിടിച്ച് ചെയ്യാൻ വരാവേ. ആവി പിടിച്ച് ചൂടുവെള്ളം കൊണ്ട് ആവി പിടിച്ചതിന് ശേഷം നമ്മൾ ആ പാൽ കൊണ്ട് നമ്മുടെ മുഖം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തില്ലേ, അപ്പോൾ ആ പാലിൻ്റെ ഇതെല്ലാം പോകാനും എല്ലാം കൂടെ ആയിട്ട് നമ്മളൊന്ന് തുടച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമുക്ക് മുഖത്തിടാൻ വേണ്ട സാധനം എന്നാന്ന് ചോദിച്ചാൽ കടലമാവ്. എൻ്റെ കടലമാവൊക്കെ തീർന്നു, ഇപ്പോഴത്തേക്ക് വെള്ളമുണ്ട് കേട്ടോ. കടലമാവ് നമ്മൾ മുഖത്തിടാൻ ആവശ്യമുള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കുക കേട്ടോ. നമുക്കിത് മതി. ഒരു സ്പൂൺ കടലമാവ് എടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് നാരങ്ങാനീര് വേണം. നാരങ്ങാനീര് ഒരുപാട് എടുക്കണ്ട, ഒരു 2-3 തുള്ളി. എന്നാന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് വരുന്ന ഈ മൂക്കൊരു വന്ന ചില പാടൊക്കെ ഉണ്ടല്ലോ, കറുത്ത പാടൊക്കെ, പുള്ളിപ്പെട്ടിരിക്കുന്ന പാട്, അത് പോകാനായിട്ട് നല്ലതാണ് നാരങ്ങാനീര്. ഞാനൊരു 4-5 തുള്ളി എടുത്തിട്ടുണ്ട്, അത് മതി. നമുക്ക് ഒത്തിരി നാരങ്ങാനീര് എടുക്കരുത് കേട്ടോ, മുഖത്തിന് നല്ലതല്ല. പിന്നെ നമുക്ക് വേണ്ടത് ചാലിക്കേണ്ട എന്നതിനകത്തെന്ന് ചോദിച്ചാൽ റോസ് വാട്ടറിലാണ് ചാലിക്കേണ്ടത്. അപ്പം റോസ് വാട്ടർ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ചാലിച്ചെടുക്കുക. കടലമാവ് നല്ല ഇതാണ് കേട്ടോ, മുഖത്തിന് കളർ കിട്ടാനും നല്ലതാണ്. മുഖക്കുരു പറഞ്ഞിട്ട് ഏറ്റവും നല്ല, നമ്മൾ ഈ ഫേസ് വാഷിനേക്കാൾ നല്ലതായിട്ടാണ് നമ്മൾ കടലമാവ് മുഖം കഴുകാനായിട്ട് എടുക്കാമെങ്കിൽ നല്ലതാണ് കേട്ടോ. നിങ്ങൾക്ക് അലർജിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കടലമാവ് ഏറ്റവും നല്ലതാണ് മുഖം ക്ലീൻ ചെയ്യാനായിട്ട്. നമുക്ക് നല്ലപോലെ ഒന്ന് ഈ റോസ് വാട്ടറിനകത്ത് കടലമാവ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തേക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മളിത് എടുക്കുക. അപ്പോൾ ഇനി ഇത് മുഖത്ത് തേക്കുവാണേ. കടലമാവിൻ്റെ ഇത് നമ്മുടെ മുഖത്ത് നല്ലപോലെ തേച്ച്, മസാജ് ഒന്നും ചെയ്യണ്ട കേട്ടോ, തേച്ച് കൊടുത്താൽ മാത്രം മതി. മോക്കൊരു പെട്ടെന്ന് നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും കേട്ടോ. മുഖത്ത് ഒരുപാടുള്ളവർക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റും ഇതിങ്ങനെ ഉപയോഗിച്ചാൽ. ഇതിങ്ങനെ ഈ പായ്ക്ക് ഇട്ട് വെച്ച് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ആര്യവേപ്പിൻ്റെയും കറ്റാർ വാഴയുടെയും കൂടെ എടുത്ത് ഐസ് ക്യൂബായിട്ട് ചെയ്യുന്ന കാര്യമല്ല, അത് വൈകുന്നേരങ്ങളിൽ മുഖത്ത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇത് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, അതും ചെയ്യാം. ഇപ്പം മുഖത്ത് ഇത് മുഴുവൻ തേച്ച്, ഇപ്പോൾ കടലമാവും ഇതൊക്കെയാണ് തേച്ചേക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് മുഖത്തോട്ടങ്ങൊരു വലിഞ്ഞ് മുറുകുന്ന പോലെ ഒന്ന്, അന്നേരത്തേക്ക് നമുക്ക് ഉണങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് തുടച്ച് കഴിയാം. ഒരു 15 മിനിറ്റ് കൊണ്ട് ഉണങ്ങുമായിരിക്കും. നമ്മളിത് മുഖത്ത് ഇടുന്നതിൻ്റെ കട്ടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ, മുഖത്ത് ഇത് ഉണങ്ങുന്നതിൻ്റെ ഇത്. ഇപ്പം നമ്മളിത് റോസ് വാട്ടറിലും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ കടലമാവ് പൊതുവെ പശയുള്ള സാധനമാണ്, അത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് മുഖത്തോട്ട് ഒരു ഒട്ടൽ പോലെ വരും. പിന്നെ നാരങ്ങാനീര്, ഇതൊക്കെയാണ് നമ്മളിതിനകത്ത് ചേർത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ മുഖത്തൊന്ന് ചെറുതൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ എടുത്ത ചൂടുവെള്ളമില്ലേ, ആ വെള്ളത്തിലോട്ട് തന്നെ, ആ വെള്ളം കളഞ്ഞിച്ചില്ലേ വേറെ ഇച്ചിരി വെള്ളം എടുക്കുമോ, എങ്ങനെയായാലും കുഴപ്പമില്ല, അതിനകത്തോട്ട് ഈ തുണി ഒന്ന് മുക്കിയതിന് ശേഷം ആ ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് തുടച്ച് കളയാം. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് നോക്കാം. ഇത് ഉണങ്ങുന്നതിൻ്റെയാണ് ഒരു ടൈം കേട്ടോ. ഉണങ്ങുന്നതിന് മുന്നേ തുടയ്ക്കാൻ നിൽക്കേണ്ട. ഒന്ന് ഉണങ്ങി ചെറുതായിട്ട്, ഭയങ്കരമായിട്ട് ഉണങ്ങുമ്പോഴല്ല, ചെറുതായിട്ട് നമ്മുടെ മുഖത്തോട്ട് ഒരു വലിച്ചിൽ പോലെ നമുക്ക് തോന്നി തുടങ്ങുമ്പോഴത്തേക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളിത് മുഖത്തിട്ടേച്ച് ഫാൻ്റെ കീഴേ ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങാനായിട്ടിരിക്കില്ല, പെട്ടെന്ന് ഉണങ്ങിപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. ഫാൻ്റെ കീഴേ ഇരിക്കാൻ നിൽക്കരുത്. ആവിയാണെങ്കിൽ ഇച്ചിരി ആവിയൊക്കെ സഹിച്ചൊന്ന് ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, ഇച്ചിരി സഹിച്ചിരിക്കണം. ഫാൻ്റെ കീഴിലിട്ടിരുന്ന് പെട്ടെന്ന് ഉണക്കരുത്. ഇത് പതിയെ ഉണങ്ങണം, നമ്മുടെ സ്കിന്നിലേക്ക് ഇത് ചേർന്ന് വേണം ഉണങ്ങാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ഉണങ്ങുമ്പോഴത്തേക്ക് വരാവേ. എൻ്റെ മുഖത്ത് ഇത് ഉണങ്ങി കേട്ടോ, ഒരു ചെറിയ വലിച്ചിൽ പോലായി. നനഞ്ഞ തുണി കൊണ്ട് നമ്മൾ എന്നിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റിയാൽ മതി. നല്ല വ്യത്യാസം കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ നനഞ്ഞ തുണി കൊണ്ട് മുഖത്ത് തുടയ്ക്കുമ്പം തന്നെ നമുക്കറിയാം, ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റും കേട്ടോ. ആ മോക്കുരിയൊക്കെ അങ്ങ് ഒരു
ഇച്ചിരി ഒന്ന് ഒതുങ്ങിയ പോലെ നമുക്ക് ഇപ്പം എൻ്റെ മുഖത്തില്ല കേട്ടോ. എൻ്റെ മുഖത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ ഞാനിങ്ങനെ ഓരോ ടിപ്സ് ചെയ്യുന്നവരുടെ ഇതിൽ നിന്ന് കണ്ടു പഠിച്ച് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അല്ലാതെ ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ല. മറ്റുള്ളവർ ചെയ്യുന്നത് നേരത്തെയൊക്കെ എൻ്റെ മുഖത്ത് ഭയങ്കര മോക്കുരുവായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലതൊന്നും എനിക്ക് പറ്റത്തില്ല. അങ്ങനെ അലർജിയും കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ പെട്ടെന്ന് മുഖത്ത് ഇതാവുമായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ മുഖം മുഴുവൻ നമ്മൾ തുടച്ചെടുക്കുക. തുടച്ച് നിങ്ങൾ കഴുകുക തന്നെ വേണം ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് തുടച്ച് മാറ്റിയെന്നേ ഉള്ളൂ. തുടച്ചങ്ങ് പൊക്കോളൂ അത്. മുഖം നല്ലപോലെ തുടച്ച് ഒന്ന് വൃത്തിയാക്കുക. അപ്പം മുഖം എല്ലാം നല്ലപോലെ തുടച്ച് മുഖത്ത് ഇത് നമ്മളുണ്ടല്ലോ ഇങ്ങനെ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ മുഖത്ത് ഒരുപാട് മോക്കുരുള്ളവർ ദിവസം ഒന്ന് ഭയങ്കരമായിട്ടുള്ളവർ മുഖത്ത് ഭയങ്കരമായിട്ട് കണ്ണൻ്റെ ഒക്കെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി ഭയങ്കരമായിട്ടുള്ളവർ 2 ദിവസം അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം കിട്ടും. എന്നിട്ട് ഐസ് ക്യൂബ് കൊണ്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ മുഖത്ത് മോക്കൊരു ഇപ്പം ഇങ്ങനെ പൊട്ടിയൊക്കെ നിൽക്കുന്നവർ കാണും, വേദനയൊക്കെ ഉള്ളവർ കാണും. അങ്ങനെയുള്ളവർക്കൊക്കെ എന്നാന്ന് ചോദിച്ചാൽ ഐസ് ക്യൂബ് വെച്ച് ചെയ്യുക കേട്ടോ. അപ്പം നീറത്തില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും നീറ്റലും കാര്യങ്ങളും പറ്റും. ഇതിനകത്ത് ഇപ്പം നാരങ്ങ നീര് ചേർത്തേക്കുന്നുണ്ട്, നീറ്റൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എന്നിട്ട് ആ ഒരു മുറിവൊക്കെ ഒരു ഇച്ചിരി മോക്കുരിൻ്റെ അതെല്ലാം ഒന്ന് ഇച്ചിരി ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മുഖത്ത് പിന്നീട് ഇത് വരാതിരിക്കും കേട്ടോ. മോക്കുരു ഒരുപാട് മുഖത്ത് അങ്ങോട്ട് ഈ എത്ര മോക്കുരു വരുന്നവരുടെ മുഖത്താണെങ്കിലും മോക്കുരു വരത്തില്ല. ഇങ്ങനെ നമ്മൾ അതുപോലെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ പാല് കൊണ്ട് മുഖം ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മുടെ മുഖത്തെ അഴുക്കെല്ലാം അങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഇതുപോലെ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് തുണി മുക്കിയതിന് ശേഷം മുഖത്തൊന്ന് ആവി പിടിക്കുക. അപ്പം തന്നെ അതിനകത്തെ അണുക്കളെല്ലാം അങ്ങ് പോയി കിട്ടും. പോയി കിട്ടുമ്പം തന്നെ ചെറിയ ചൂടോട് വേണമെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടായിരിക്കണം. മുഖം പൊള്ളിപ്പോകരുത്. അന്നേരം ആ ഒരു വേദനയൊക്കെ ഉള്ളതിനൊക്കെ ഒരു ആശ്വാസവും കിട്ടും. അങ്ങനെ എന്നിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അണുക്കളെല്ലാം അങ്ങ് പോയി കിട്ടും. പോയി കിട്ടുമ്പോഴത്തേക്ക് തന്നെ മോക്കൊരു അങ്ങ് ആ കുരു അങ്ങ് ചൊങ്ങി ഇതായി പൊക്കോളും. പിന്നെ ഇതുപോലെ കടലമാവ് മുഖത്ത് കഴുകാനായിട്ട് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കടലമാവ് ഇട്ട് കഴുകുവാണെങ്കിലും നല്ലതാണ്. ഫേസ് വാഷ് നല്ലതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കടലമാവ് ഇട്ടാകുമ്പോഴത്തേക്ക് ഈ കൂടുതലും മോക്കുരൊക്കെ ഒരുപാട് വരുന്നത് എന്നാ ഉപയോഗിച്ചാൽ അലർജി ഉള്ളവർക്കായിരിക്കും. ചിലർക്ക് ക്രീം പിടിക്കത്തില്ല, ചിലർക്ക് സോപ്പ് പിടിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ചിലർക്ക് ഇവിടെ അച്ചുവിന് നീമിൻ്റെ ഫേസ് വാഷ് എല്ലാ മനുഷ്യർക്കും പിടിക്കുന്നുണ്ട്, പക്ഷേ അച്ചുവിന് പിടിക്കത്തില്ല. അച്ചുവിൻ്റെ മുഖത്ത് പെട്ടെന്ന് കുരു വരും അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക്. അങ്ങനെ ഓരോരുത്തരുടെ സ്കിന്നിന് ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ കടലമാവ് ഉപയോഗിക്കുകയാണെങ്കിലുണ്ടല്ലോ എന്നാ സ്കിന്നാണെങ്കിലും കുഴപ്പം വരത്തില്ല. ഏത് സ്കിന്നാണെങ്കിലും ഒരു കുഴപ്പം വരത്തില്ല. കടലമാവ് പിന്നെ ചെറുപയർ പൊടി നല്ലതാണ്. അങ്ങനെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നേക്കാതെ. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ ആയിക്കോട്ടെ നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ടിപ്സിൻ്റെ കൂടെ കുറച്ച് വീട്ടുവിശേഷം കൂടെ. ഇപ്പം നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ സ്വന്തം വഴുതന എന്നുള്ള വഴുതനയാണ് കേട്ടോ. അതിൽ നിന്നിപ്പോൾ കുറച്ച് നമ്മൾ പറിച്ചു കേട്ടോ. വീണ്ടും അതിലിതാകുന്നുണ്ട്. നമുക്ക് നല്ല വളമൊക്കെ കിട്ടി ഇതൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വഴുതനങ്ങയൊക്കെ നല്ല ഇതാകുന്നുണ്ട്. പിന്നെ ഇതും നമ്മുടെ ഒരു വഴുതനങ്ങയാണ്. ഇതെന്നെ എന്നാൽ പറഞ്ഞില്ലായിരുന്നോ, നിത്യവഴുതനങ്ങ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലുപ്പം വെക്കുന്നതാണിത്. നിത്യവഴുതനങ്ങ എന്ന് പറയാൻ തന്നെ കാരണം വെച്ചത് എന്നും ഇതിനകത്ത് വഴുതനങ്ങയാണ് കേട്ടോ. ഇതെനിക്ക് ഞങ്ങളുടെ നേരത്തെ അയലോക്കമായിരുന്നു ടീച്ചറുണ്ടായിരുന്നു. ടീച്ചർ എനിക്ക് തന്നതാണ്. ടീച്ചറൊക്കെ ഇവിടെ നിന്ന് മാറിപ്പോയി. ഞങ്ങൾ 2 കൂട്ടരും തൊട്ടടുത്തായിരുന്നു. 2 നിന്ന് ഞങ്ങൾ വീട് വെച്ച് ഞങ്ങൾ 2 കൂട്ടരും മാറി. അപ്പം ടീച്ചർ എനിക്ക് കൊണ്ട് തന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ കിളിപ്പിച്ചെടുത്ത് ഇപ്പോൾ വഴുതനങ്ങയൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് മെഴുകുവരട്ടി വെക്കാനുള്ള വഴുതനങ്ങ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ 2-3 കോവയ്ക്കായും കൂടെ ഉണ്ട്. അപ്പം ഇതാണ് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് വഴുതനങ്ങ കറിയും നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടിയും പിന്നെ ചിങ്ങപ്പയർ തോരനും വെക്കാനായിട്ടാണ്. അപ്പോൾ വഴുതനങ്ങ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വെച്ച്. എന്നാന്ന് പറയാനുണ്ടല്ലോ നമ്മൾ ഈ സ്വന്തമായിട്ടൊക്കെ നട്ടുണ്ടല്ലോ അതേന്ന് പറിച്ച് ഒന്ന് കറിയൊക്കെ വെക്കുമ്പോൾ എന്നെ ഒരു മനസ്സ് സന്തോഷമാണെന്നറിയോ. ഒന്നാന്ന് വെച്ചാൽ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല ഇതായിട്ടുള്ള മരുന്നൊന്നും അടിക്കാത്ത. ഇപ്പോൾ നമ്മളൊരു പച്ചക്കറിയൊക്കെ മേടിക്കാൻ ചെന്നാൽ മൊത്തം വിഷാംശമല്ലേ. ഇത് അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അതേന്ന് തന്നെ നമ്മൾ പറിച്ച് കഴുകുക പോലും വേണ്ട. കാര്യം എന്നും നമ്മൾ വെള്ളം ഒഴിക്കുന്ന അപ്പോൾ ചെടിയുടെ മുകളിലോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഇത് ഇഷ്ടം പോലെ നീര് കയറിപ്പോയേക്കുന്നുണ്ട്. പ്രാണിയും കാര്യങ്ങളും ഒന്നും പച്ചക്കറിയിലൊന്നും അങ്ങനെ കയറത്തില്ല. അപ്പം ഞാൻ ഈ വഴുതനങ്ങ കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ ഇതിനകത്ത് നടുക്കത്തെ കുരു ഉണ്ടല്ലോ, ആ കുരു ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എടുത്ത് ഇങ്ങനെ കളഞ്ഞ് വെച്ചാണ്. എന്നിട്ട് വെള്ളത്തിലോട്ട് അങ്ങിടും. പിന്നെ അതിൽ ഇച്ചിരി കുരുവൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ കിടന്നതങ്ങ് കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഞെരടി കഴിയുമ്പോഴത്തേക്ക് അത് പോകും. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കാം. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടൊരു മുടി കറക്കുന്നതിൻ്റെ എണ്ണയുടെ ഒക്കെ ഇട്ടായിരുന്നു കേട്ടോ. ഞാനത് അത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരും അത് മുഴുവൻ കാണാതെ കുറച്ച് കണ്ടേച്ച് ബാക്കി പിന്നെ കമൻറ്റിലൂടെയാണ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഞാൻ ലാസ്റ്റ് ഇട്ട ഒരു ഇനി അതിൻ്റെ ഈ വീഡിയോ ഇടുകയല്ലെന്നും പറഞ്ഞിട്ട് ഇട്ടതാണ് മുടി കറക്കാനുള്ളതിൻ്റെ.
അപ്പം അത് അത്ര വിശദമായിട്ടാണ് ഞാൻ ഇട്ടത്. കുറേ പ്രാവശ്യം ഇപ്പോൾ അടുപ്പിച്ച് തന്നെ ഇപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ എണ്ണയുടെ ഇട്ടെ. എത്ര ഞാൻ പറഞ്ഞാലുണ്ടല്ലോ പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാനത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരോടും പറഞ്ഞതാണ്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ഗുണം കൂടുതൽ. നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഒത്തിരി പേര് വേറെ ചോദിച്ചു. പക്ഷേ എനിക്കത് ഉറപ്പ് പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കി എടുത്താലല്ലേ എനിക്കത് ഗുണം കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ ഞാൻ എങ്ങനെയാണ് പറയുന്നത്. പിന്നെ അതിനകത്ത് എല്ലാവരും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമേ ഓരോന്നും പറഞ്ഞ് നെല്ലിക്കാപ്പൊടി എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും എല്ലാവരും എന്നോട് ചോദിച്ചു. അതിനകത്ത് ആദ്യം എല്ലാവരും ഇല്ല കേട്ടോ, ഒരാൾ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരാൾ ചോദിച്ചു ആദ്യം ചേർക്കുന്ന പൊടി എന്നാ, അതിൻ്റെ പേരെന്നാന്ന്. പിന്നെ എന്നോട് ഒരാൾ ചോദിച്ചു ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാവോ അവർക്ക്. എല്ലാ കടകളിലും കിട്ടുന്ന സാധനമാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ വനശ്രീയുടെയാണ് മേടിക്കുന്നത്, മറ്റേ ഇൻഡിഗോ പൗഡർ മേടിക്കുന്നത്. അപ്പോൾ അത് വനശ്രീയുടെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി ഗുണം, നല്ല പൊടിയാണ്, ഗുണം കിട്ടും. നമ്മൾ ചെയ്യുന്നതിന് ആ ഒരു കറുപ്പ് കിട്ടും. അത് ഏത് ലേഡീസ് സെൻറ്ററിൽ ചെന്നോ ഇല്ലെങ്കിൽ അങ്ങാടിക്കടകളിലും, അങ്ങാടിക്കട ഇല്ലാത്തൊരു സ്ഥലമില്ലെന്നാണ് എൻ്റെ വിചാരം. എവിടെ ചെന്നാലും പച്ചമരുന്ന് വിൽക്കുന്ന കടയുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടും, നമുക്ക് എന്നാ പൊടി വേണേലും കിട്ടും. പിന്നെ ഇതെല്ലാം പോട്ടെ, ഓൺലൈൻ വഴി കിട്ടും, നല്ല പൊടികൾ കിട്ടും. അതും വലിയ വിലയൊന്നുമില്ല, നമുക്ക് ഓൺലൈൻ വഴി നമ്മുടെ വീട്ടിൽ കിട്ടും, നമ്മളെങ്ങും പോയി മേടിക്കണ്ട. അയച്ചു തരാമെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കടയിൽ നിന്ന് മേടിച്ച് വേണം അയച്ചു തരാനായിട്ട്. അതിനേക്കാൾ നല്ലത് നിങ്ങൾ ഓൺലൈൻ വഴി അങ്ങ് അല്ലാതെ മേടിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ എല്ലാം കറി വെക്കാനായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്നിട്ട് നിത്യ വഴുതനങ്ങ അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെള്ളത്തിൽ ഇട്ടതിന് ശേഷമേ. നമ്മുടെ കറി വെക്കാനുള്ള വഴുതനങ്ങ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്ക് മെഴുക്കോട്ട് വെക്കാനുള്ള വഴുതനങ്ങ. ഇങ്ങനത്തെ വഴുതനങ്ങ നമ്മൾ മെഴുക്കോട്ട് വെക്കാൻ എടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ നീളത്തിലാണ് അരിയുന്നത്. ഇങ്ങനെ നീളത്തിലരിഞ്ഞ് ഇതുപോലെ വലുതാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നടുക്കൂടെ കീറിയെടുക്കാം. ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കി എടുക്കാം. ചെറിയ സൈസാണെങ്കിൽ 2ആയിട്ട് കീറിയാൽ മതി കേട്ടോ. ഇത് അടിപ്പ വെള്ളം ഒഴിച്ച് വെച്ച് പഴറ്റിക്കൊന്നും വേണ്ട. മെഴുക്കോട്ട് വെക്കുമ്പോൾ കാണിച്ചു തരാവേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇതിലൂടെ വേറെ ഒരു സാധനം ഇല്ലെങ്കിലും ഉണ്ടല്ലോ, ഈ ഒരു മെഴുക്കോട്ട് മാത്രം കുട്ടികളും കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതൊക്കെ ചെറുതാണ്. ഒത്തിരി മൂക്കുന്നതിന് മുന്നേ നമ്മളിത് പറിച്ച് മെഴുക്കോട്ടേക്ക് എടുക്കണം. തീരെ പൊട്ടുമായിരിക്കല്, എന്നാൽ ഒത്തിരി മൂത്ത് പോയതും ആയിരിക്കില്ല. ഇതിപ്പോൾ ഞാൻ വലുത് കാണിച്ചത് ഒത്തിരി മൂത്ത് പോയതൊന്നും അല്ല കേട്ടോ. നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വലുതായിട്ടുണ്ടാവും. വളമൊന്നും ഇടാതെ കൂടുതലും പറമ്പിലൊക്കെയാണ് ഇഷ്ടം പോലെ കണ്ടുവരുന്നത്. പറമ്പിലൊക്കെ ചുമ്മാ അങ്ങ് കിളുക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വർഷം നമ്മുടെ പറമ്പിൽ ഇതുണ്ടെങ്കിൽ അടുത്ത വർഷം ഇതിൻ്റെ അരി എവിടെയെങ്കിലുമൊക്കെ കിടന്ന് അടുത്ത തൈയും കിളുത്ത് കയറും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ഇഷ്ടം പോലെ മെഴുക്കുവരട്ടിക്കുള്ള ദിവസവും കിട്ടും. അതിനാണ് നിത്യവഴുതന എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. നമ്മൾ നിത്യവഴുതനങ്ങ മെഴുക്കുവരട്ടി വെക്കാനായിട്ട് എണ്ണയ്ക്കകത്തോട്ടാണ് ഇടുന്നത്. വെള്ളം ചേർക്കത്തില്ല, കഴുകിയെടുത്ത്. ഇതിനൊരു കറയുണ്ട് കേട്ടോ. അരിയുന്നതിന് മുന്നേ അരിയതിന് ശേഷമോ ഇങ്ങനെ എണ്ണം കഴുകണം കേട്ടോ. കറയെന്ന് പറഞ്ഞാൽ ഭയങ്കര കറയൊന്നുമില്ല. പറിക്കുമ്പോൾ ഒരു ചെറിയൊരു പാല് പോലെ, ഒരു അരക്ക് പോലത്തെ ഒരു ചെറിയ കറ. അത് കൈ കഴുകുമ്പോൾ അങ്ങ് പൊക്കോളും. അപ്പം നമ്മുടെ ഇതിപ്പോൾ ഇച്ചിരിയേ കാണുകയുള്ളൂ അങ്ങ് മെഴുക്ക് പുരട്ടി കഴിയുമ്പോഴത്തേക്ക്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് ഇളക്കി വെച്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ആവശ്യമുള്ള ഉപ്പ് ചേർത്താൽ മതിയേ. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് മൂടി വെക്കാം. വെള്ളം ചേർത്ത് വേവിക്കണമെന്നില്ല കേട്ടോ. ചിലർ ഇത് പറ്റിച്ച് വെള്ളം ചേർത്ത് വേവിച്ച് പറ്റിച്ചതിന് ശേഷം മെഴുക്കോട്ട് വെക്കും. അങ്ങനെ എടുക്കണമെന്നില്ല, ഇങ്ങനെ തന്നെ മതി. ഇത് നിൽക്കട്ടെ. നമ്മുടെ വഴുതനങ്ങ കറി വെക്കാനുള്ളത് അപ്പുറത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പയർ തോരൻ വെക്കാനുള്ളതും കൂടെ സെറ്റാക്കുന്നു. നമ്മുടെ കറിയൊക്കെ ഒന്ന് റെഡി ആകട്ടെ. ഇപ്പം നമ്മുടെ വഴുതനങ്ങ വെന്ത് കേട്ടോ. ശകലം പോലും വെള്ളം ചേർത്തല്ല വേവിച്ചേക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഉണക്കമുളകും ഉള്ളിയും കൂടെ ചതച്ച്, ഞാൻ മിക്സിയിലിട്ടാണ് ചതച്ചെടുത്തേക്കുന്നത്. ചതച്ചതും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ ഒരു ഇച്ചിരി തീ ഒന്ന് കൂട്ടിയിട്ട് മൊരിച്ചെടുക്കണം. ഈ മുളകും ഉള്ളിയും മൊരിയുന്നതാണ് ഈ മെഴുക്ക് പുരട്ടിയുടെ കറക്റ്റ് ഇത്. ഒരു ഉള്ളിയും മുളകും നല്ലപോലെ ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞ് കിട്ടണം. വഴുതനങ്ങ വെന്ത് കിടക്കുവാണ്. ഇനിയിപ്പോൾ മുളകും ഉള്ളിയും കൂടെ മൊരിഞ്ഞാൽ മതി. എന്നിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാവുന്ന മെഴുക്ക് പുരട്ടി കേട്ടോ. പണ്ടുള്ള അമ്മച്ചിമാർക്കും ഒക്കെ അറിയാവുന്ന, പണ്ടുള്ള വീടുകളിൽ, ഈ നാട്ടിൻപുറത്തെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെയുള്ള സാധനങ്ങളായിരുന്നു ഇതൊക്കെ. പറമ്പിലൊക്കെ ചുമ്മാ അങ്ങ് കിളുത്ത് കയറി പോകുന്ന
ഇവിടെ നമ്മൾ പന്തലൊക്കെ ഇട്ട് ഭയങ്കര, ഇപ്പം ഇത് വിൽക്കാൻ കിട്ടും കേട്ടോ. ഈ ആലപ്പുഴ സൈഡിലോട്ടൊക്കെ പോയാൽ വിൽക്കാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ വഴിയോര കച്ചവടക്കാരില്ലേ, ചീരയും പയറും ഒക്കെ വിൽക്കുന്നവർ, അങ്ങനെയുള്ളിടത്ത് വിൽക്കാൻ കിട്ടും. അവർ വിൽക്കാൻ വെക്കുന്നത്. നമ്മുടെ മെഴുക്ക് പുരട്ടി സെറ്റാട്ടെ. നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി റെഡി ആയിക്കട്ടെ. മുളകൊക്കെ നല്ലപോലെ മുരിഞ്ഞു, ഉള്ളിയൊക്കെ. പിന്നെ നമ്മുടെ വഴുതനങ്ങയ്ക്ക് തേങ്ങ എല്ലാം അരച്ചെല്ലാം ചേർത്തു. ഇനി കടുകും കൂടെ വറുത്താൽ മതി. പിന്നെ പയറ് തോരനും റെഡിയായി. പിന്നെ ഇനി മീനും കൂടെ വറക്കണം. അതിനി ചോറുണ്ണാറാകുമ്പോഴത്തേക്കേ ഉള്ളൂ ഇനി മീൻ വറക്കലൊക്കെ. അതും വെന്ത്. പിന്നെ രാവിലെ വെച്ച ബീഫും കുറച്ചിരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കറിയും കാര്യങ്ങളും ഒക്കെ റെഡി ആയിട്ടോ. ചൂടെടുത്ത് കുളിച്ച് വേർത്ത് കുളിച്ച് ഞാൻ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അയ്യോ ഭയങ്കര ചൂടിട്ട് അടുക്കള, ഭയങ്കര വെയിലാണ് വെളിയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അടുത്ത ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ.